വസിക്കേണ്ടതാണ്. കർത്താക്കളെ, നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കരുത്. ദൈവത്തിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിന്നെ നശിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ കള്ളുകുടി അവസാനിക്ക്, നിന്റെ മദ്യപാനം അവസാനിപ്പിക്ക്, നിന്റെ യുവാവേ നിന്റെ ലഹരിയോട് വിടപറ, നിന്റെ ദുർനടപ്പിനോട് വിടപറ. നീ ഒരു മനുഷ്യനായി ജീവിക്കണോ, മനുഷ്യനായി ജീവിക്ക. നിന്റെ ഭാര്യയോടുകൂടെ മക്കളോടുകൂടെ നീ ഒരു മനുഷ്യനായി ജീവിക്ക. ഈ കൺവെൻഷൻ മുഖാന്തരം കാട്ടാക്കടക്കാർക്ക് അതാണ് സംഭവിക്കേണ്ടത്. വൈയക്തികമായ ന്യായവിധി പുസ്തകം നടക്കുന്നു. അവിടെ നാം ഓർക്കേണ്ടത്, നോഹയുടെ കാലത്ത് സാർവത്രികമായ ന്യായവിധി ദൈവം കൊടുത്തു. സോദോമിന്റെ കാലത്ത് പ്രാദേശികമായ ന്യായവിധി ദൈവം കൊടുത്തു. ഇസ്രായേലിന്റെ കാലത്ത് AD 70 ദേശീയമായ ന്യായവിധി ദൈവം കൊടുത്തു. ബേൽശസ്സറിന്റെ കൊച്ചുമകനായ നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനായ ബേൽശസ്സറിന്റെ കാലത്ത് വൈയക്തികമായ ന്യായവിധി ദൈവം കൊടുത്തെങ്കിൽ ഈ വചന കൂടാരത്തിലിരിക്കുന്ന എല്ലാത്തിനോടും ഞാൻ പറയുകയാണ്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഇനിയും ഒരു ഭയങ്കര ന്യായവിധി വരാൻ പോകുകയാണ്. ദൈവം ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇന്ന് രാത്രിയിൽ ഇരുളിനോട് വിടപറ, ഇരുളിനോട് വിടപറ, ഇരുളിനോട് വിടപറ, പാപത്തോട് വിടപറ, അശുദ്ധിയോട് വിടപറ. ഈ രാത്രി മാനസാന്തരപ്പെടാൻ ദൈവം കൽപ്പിക്കുന്നു. ക്രൂശിലേക്ക് തിരിയട്ടെ. അവിടെ നിനക്ക് വേണ്ടി നിലവിളിച്ച ആ യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് കടന്നു വരിക. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്ര, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങന്റെ ഉള്ളത്തിലേക്ക് വരണം. ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുക. ന്യായവിധിയുണ്ടെന്ന് ദൈവം മൂന്നാമത് പറയുന്നു. അത് ഉറപ്പാക്കിയിരിക്കുന്നു. വാച്ചൊന്നും നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട് വാച്ച്. കുഞ്ഞു വാച്ച് വരെ നോക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യം പറയുന്നിടത്താ വാച്ച് നോക്കുന്നത്. കണ്ണുപൊട്ടി പോവുകയെ. അതുകൊണ്ട് ഈ രാത്രി പറയാം, ഞാൻ ഓർപ്പിക്കട്ടെ, ഉറപ്പാക്കിയിരിക്കുന്നു. ന്യായവിധി ഉണ്ടെന്ന് കേൾക്കണേ. ഉറപ്പാക്കി, സംശയമില്ല. എങ്ങനെ ഉറപ്പാക്കി? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ. സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ലോകത്തിനൊരു ന്യായവിധി ഉണ്ടെന്ന് 100% ഉറപ്പിച്ചിരിക്കുക. ഇന്ന് ചിലർക്ക് ശിക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിപ്പിക്കും. ഇപ്പം പിടിച്ചകത്തിടൊന്നും കൊണ്ട് നമ്മൾ അടുത്ത പാത്രവും നോക്കുന്നത്. ഇപ്പം മിക്കവാറും പിടിക്കും കേട്ടോ, പിടിക്കും. ഒടുവില് മല പോലെ വന്നു, എലി പോലെ പോയി. ആ പണിയല്ലിത്, മനസ്സിലാക്കണം. ആ പണിയല്ലിത്. ഉറപ്പാക്കി വെച്ചിരിക്കുക, മുദ്രയിട്ട് വെച്ചിരിക്കുകയാ. എന്താണ് ഉറപ്പ്? പലസ്തീനിന്റെ വിരിമാറിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. സ്തോത്രം. ആ കല്ലറയും കാണാൻ ഒരു സന്തോഷമില്ല. തുറന്നു കിടക്കുക. അവിടെ ഞങ്ങൾ പോയി കണ്ടു, തുറന്നു കിടക്കുക. അതിനകത്തോട് കയറി ഇവർ ഒടുവി പാടിയ പാട്ട് ഞങ്ങളങ്ങ് പാടി. പക്ഷെ ഈ പിച്ച് പാടിയിരുന്ന ആ കല്ലറ പൊളിഞ്ഞേനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ പറ്റിയ പിച്ചിൽ ഞങ്ങൾ ആ പാട്ട് പാടി. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് പാടി പ്രിയരെ, സന്തോഷിച്ചങ്ങ് പാടി. സാറ് പോയില്ല? പോണം സാറേ, ഉള്ള കാശെല്ലാം കൂടെ ബാങ്കിലിട്ട് മതിയില്ല. പോണം, നമുക്ക് പോണം, അവിടെ ചെല്ലണം. ഞങ്ങൾ പാടി യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ, ഇന്നും അത് ഉല്ലേഖനം ചെയ്ത ആ വാചകം അവിടെയുണ്ട്.
അവൻ ഇവിടെ ഇല്ല. ഞാനൊരു ഇംഗ്ലീഷ് വാക്കൂടെ പറയാം. ഹി ഈസ് നോട്ട് ഹിയർ. He is risen. He is risen. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർപ്പിന്റെ ശക്തിയാണ് ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉയർപ്പിന്റെ ശക്തിയാണ് ശുശ്രൂഷകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉയർപ്പിന്റെ ശക്തിയാണ് 21 നൂറ്റാണ്ടുകളായി കോടാനുകോടികളിൽ വ്യാപരിച്ച് അവര് മാനസാന്തരത്തിലേക്കും പാപമോചനത്തിലേക്കും വന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അന്നുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? കട്ടോണ്ട നാണമില്ല ഇവനൊക്കെ പറയാൻ. ഏത് പടയാളിയോ? റോമൻ പടയാളി. അവന്റെ തല കാണുമോ? വിവരക്കേട് പറയുക. ഉറങ്ങിയപ്പോൾ ഈ ശിഷ്യന്മാര് കട്ടുകൊണ്ടുപോയി. ഉറങ്ങിയതാണെങ്കിൽ ശിഷ്യന്മാരെ കട്ടുകൊണ്ടുപോയെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ഉറങ്ങുന്നവരാണ് അറിയുന്നത് എങ്ങനെ? ഞാൻ പറയാം, ഞാൻ ഉറങ്ങിയപ്പോൾ 2-3 പേര് വന്ന് എൻ്റെ വേദപുസ്തകം കട്ടുകൊണ്ടുപോയി. പേരെടുത്ത് ഞാൻ പറയുക, എടാ പൊട്ടാ, നീ ഉറങ്ങുകയാണെങ്കിൽ ഇന്നാരും ആ വേദപുസ്തകം കട്ടുകൊണ്ടുപോയി എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം നീ ഉറങ്ങുകയല്ലായിരുന്നു. അപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോൾ നിന്റെ ഇടയിലൂടെ ശിഷ്യന്മാരെങ്ങനെയാ ഇതും കൊണ്ട് പോകുന്നത്? മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ നിർത്താൻ പോവുക. പെന്തക്കോസ്ത് നാളിൽ ആ ഉയരത്തിലെ ശക്തി ഇങ്ങോട്ട് വന്ന് വ്യാപരിച്ചപ്പോൾ പത്രോസ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ച് കർത്താവും ക്രിസ്തുവാക്കി വെച്ചു. വേണമെങ്കിൽ ഇവന്മാർക്ക് എന്ത് വരായിരുന്നു? ഈ ശവം എടുത്തോണ്ട് വന്ന് നിർത്തണം നിന്റെ പ്രസംഗം. ദേ കിടക്കുന്നു നിന്റെ യേശു. ഒരുത്തനും കൊണ്ടുവന്നില്ല. ബാക്കിയൊന്നും അവിടെ ശേഷിച്ചില്ല. കല്ലറയിലുള്ള ശേഷിപ്പെന്ന് പറയുന്നത് കുറെ തുണി ചുരുട്ടി വെച്ചിരുന്നു. ഇന്ന് ചില സമുദായം ആ തുണിയുടെ പുറകെ പോവുക, നമ്മൾ യേശുവിന്റെ പുറകെ പോവുക. അവര് തുണിയുടെ പുറകെ പോകുന്നു, നമ്മള് യേശുവിന്റെ പുറകെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പുറകെ പോവുക. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവര്, യേശു ഉയർത്തെഴുന്നേറ്റു. ഒന്നുകൂടെ കേൾക്കണേ. യേശു വേഗം വരാൻ പോവുക. വെറുതെ പറയുകയല്ല. ലോക സംഭവങ്ങളൊക്കെ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ കാലങ്ങൾക്ക് മുൻപ് ശിക്ഷഗണത്തെ കൊണ്ട് യേശുവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങളായിട്ട് എഴുതിയതൊക്കെ അക്കവും പുള്ളിയും ഇട്ടുകൊണ്ട് ലോക ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ ചുവരെഴുത്തിലൂടെ അതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ യേശു ആവർത്തിച്ചു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. കാഹള ശബ്ദം കേൾക്കാറായി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറപ്പ് തന്നിരിക്കുക, ഒരു ന്യായവിധിയുണ്ട്. കണ്ണുകളടച്ചെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആരും എഴുന്നേറ്റ് പോകരുത്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഒന്നിച്ച് പാട്ടുപാടി ആനന്ദിച്ചേച്ച് നമുക്ക് പോകാം. എല്ലാവരും കണ്ണുകളടച്ചാൽ